ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം തുടരുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ദൈവവചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ ആധാരമാക്കിയുള്ള 7-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്ക് എൽക്കാന എന്ന പുരുഷനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ ഹന്നായെയും പെനീനയെയും കാണുവാൻ കഴിയുന്നുണ്ട്. എൽക്കാനയുടെ ജീവിതത്തിൽ നിന്ന് അനേക ആത്മീക പാഠങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഹന്നായുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. നിരവധി ആത്മീകമായ വിഷയങ്ങൾ ഹന്നായുടെ ജീവിതത്തിൽ മാതൃകാപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹന്നായുടെ വിജയത്തിൻ്റെ ആത്യന്തിക രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നാം അത് ഏറെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നാം അറിയുന്നത് പോലെ ദൈവവചനത്തിലെ ഓരോ വ്യക്തികളെക്കുറിച്ചും പഠിക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ടതും നാം തള്ളിക്കളയേണ്ടതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീക പാഠങ്ങളായി നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നതാണ്. അത് തുടർന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഹന്നായുടെ വിജയത്തിൻ്റെ ആത്യന്തികമായ 1-ാമത്തെ രഹസ്യം തൻ്റെ പ്രതിയോഗിയായി പ്രവർത്തിച്ച പെനീനയോട് യാതൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. 6-ാം വാക്യം 1-ാം അധ്യായം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം. യഹോവ ഹന്നായുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. നമുക്ക് ഇവിടെ പ്രതിയോഗി എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പെനീന എന്ന ഹന്നായുടെ സഹപത്നിയാണ്. നാം മുൻപേ ഓർത്തിരുന്നത് പോലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് മക്കളില്ലാഞ്ഞതുകൊണ്ട് എൽക്കാന ഹന്നായ്ക്ക് ശേഷം പെനീനയെ വിവാഹം കഴിച്ചുവെന്നും അവൾക്ക് മക്കൾ ഉണ്ടായെന്നും എന്നാൽ ഹന്ന മച്ചിയായി തുടർന്നു എന്നുള്ളതുമാണ് ചരിത്രത്തിൻ്റെ ഇതിവൃത്തമായി നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ഇവിടെ വളരെ താല്പര്യത്തോടും അനുകമ്പയോടും ഇടപെടേണ്ടുന്ന സ്ഥാനത്ത് ഹന്നായോട് പെനീന വളരെ മോശമായി അവളെ വ്യസനിപ്പിക്കുന്ന മുഷിപ്പിക്കുന്ന ചരിത്രമാണ് ദൈവാത്മാവ് എഴുതി വച്ചിട്ടുള്ളത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ആകാത്ത നിലയിൽ പെരുമാറുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട് എന്നുള്ളത് മറക്കുവാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യായപാലനം ചെയ്യുന്ന ദൈവമാണ്. അത് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രതിയോഗിയായി പ്രവർത്തിച്ച ഈ പെനീനയോട് യാതൊരു കാരണവശാലും അരുതാത്ത നിലയിലോ ഒരു തരത്തിലോ പ്രതികരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പെനീനയുടെ ദുഷ്ട സ്വഭാവത്തിന് അനുസൃതമായി ഹന്ന കൂടെ പെരുമാറിയിരുന്നുവെങ്കിൽ എൽക്കാനയുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായേനെ. നമുക്കറിയാം, അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു വിഷയമാണ്. എന്നാൽ തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹപൂർണമായ കരുതൽ, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാനുള്ള ഹന്നായുടെ താല്പര്യം, ദൈവത്തോടുള്ള അവളുടെ സമർപ്പണം, ഇതെല്ലാം നമുക്ക് അവളുടെ സഹനത്തിൻ്റെ പിന്നിൽ, ക്ഷമയുടെ പിന്നിൽ, ദീർഘമായി വിട്ടുകളയുന്നതിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെനീനയ്ക്ക് പിന്നിൽ നിന്ന് മറഞ്ഞു പ്രവർത്തിച്ച യഥാർത്ഥ പ്രതിയോഗിയായ പിശാചിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? കാനയുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുക. ഹന്ന എന്ന മാതൃകയുള്ള സഹോദരിയെ മാതൃകയില്ലാത്തവളാക്കി തീർക്കുക.
തദ്വാര ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ പ്രാഗൽഭ്യം ഇല്ലാതാക്കി തീർക്കുക, മുന്നോട്ടുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് അവരെ അയോഗ്യരാക്കി തീർക്കുക, ഇതെല്ലാം പിശാചിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഗൂഢതന്ത്രങ്ങളാണ്. എന്നാൽ ദൈവപൈതലായ അതിലേറെ ദൈവത്തോട് സമർപ്പണമുള്ള ഈ സഹോദരിയായ ഹന്ന, അവൾ എത്രമാത്രം ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി ദൈവകൃപയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്നുവെന്നുള്ളത് ആ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഏറെ മുതൽക്കൂട്ടായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. നമുക്ക് എതിരെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവികമായ കുറ്റമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമുക്കെതിരെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മുടെ പ്രതിയോഗിയായി നാം മനസ്സിലാക്കേണ്ടത് ദുഷ്ടനായ പിശാചിനെയാണ്. പിശാച് കുടുംബങ്ങളെ ഉന്നം വയ്ക്കുന്നുണ്ട്. കാരണം കുടുംബത്തിൻ്റെ സമാധാനം തകർത്താൽ അത് വ്യക്തികളെ വല്ലാതെ ബാധിക്കും, അത് സഭകളെ ബാധിക്കുന്നതായി തീരും. ദൈവികമായ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ വ്യക്തിജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ വല്ലാത്ത പരിതസ്ഥിതിയിലാകുമെന്നുള്ളത് പിശാചിന് നന്നായിട്ടറിയാം. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ഹന്ന എത്ര തന്മയത്വത്തോടെ, ആത്മീക പക്വതയോടെ, ദൈവകൃപയോടെ പെരുമാറി എന്നുള്ളത് നമുക്ക് മാതൃകയായി കാണാവുന്ന വിഷയമാണ്. ഹന്ന തിന്മയെ നന്മയാൽ തോൽപ്പിച്ച കാര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. സർവശക്തൻ്റെ ഹിതത്തിന് മുൻപിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ, ദൈവഹിതത്തിന് നാം വിട്ടുകൊടുത്താൽ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ പിശാചിൻ്റെ തന്ത്രം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ, ദീർഘമായ ദൈവിക ക്ഷമ നമ്മുടെ ജീവിതങ്ങളിൽ വിളങ്ങുവാൻ മുഖാന്തരമായി തീർന്നാൽ, ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, പ്രതിയോഗിയായി പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ ആത്മീക നിലവാരത്തെ ബാധിക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നവരായിത്തീരും. അതാണ് നമുക്ക് ഹന്നായിൽ നിന്ന് കാണുവാൻ കഴിയുക. അവളുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങൾ, അവളുടെ ദുഃഖങ്ങൾ, അവളുടെ പ്രയാസങ്ങൾ അവൾ പ്രതികാരത്തിന് മുതിരാതെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ച. അവൾ യാതൊന്നും പ്രതികരിക്കാതെ ദൈവത്തിനായി കാത്തിരിക്കുകയും തൻ്റെ പ്രതിയോഗി മനുഷ്യനല്ല മറിച്ച് പിശാചാണ് എന്നുള്ള തിരിച്ചറിവിൽ അവൾ എത്തിച്ചേരുകയും ചെയ്തു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ആരോടെങ്കിലും പ്രതികാര മനോഭാവം വെച്ച് പുലർത്തുന്നെങ്കിൽ, നിങ്ങളുടെ പ്രതിയോഗി മനുഷ്യരല്ല എന്നുള്ള ആത്യന്തികമായ സത്യം, അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് എന്നുള്ള സത്യം, അതുകൊണ്ട് ആത്മീക പോരാട്ടമായതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയല്ലാതെ വിജയം നേടുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം, ദീർഘമായ ക്ഷമയിലൂടെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്താൽ അല്ലാതെ ഇത് വിജയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവ് അങ്ങയ്ക്ക് ധാരാളമായി തരുവാൻ ഈ ലഘു സന്ദേശം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.